വണ്ടി എടുത്തു പോടാ. ഡാൻ കുര്യൻ ചേരുന്നു വിശദാംശങ്ങളുമായി. ഡാൻ, തലസ്ഥാനം യുദ്ധക്കളമാകുന്ന കാഴ്ച. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ഏറ്റവും ഒടുവിൽ ലാത്തി വീശിയിരിക്കുന്നു. അബിൻ വർക്കിക്ക് പരിക്കേറ്റു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഒരു കാര്യങ്ങൾ കൈവിട്ട അവസ്ഥയാണോ? ഈ അബിൻ വർക്കിയെ കൂടാതെ കൂടുതൽ പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ടോ? ഡാൻ, ഏറെ സംയമനത്തോടെയാണ് പ്രതിഷേധക്കാരെ നേരിടാൻ പോലീസ് ശ്രമിക്കുന്നത്. തുടർച്ചയായ പ്രകോപനത്തിനൊടുവിൽ പോലീസ് ചെറുത്തുനിൽപ്പ് തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ നടത്തിയ പോലീസിന്റെ ലാത്തി ചാർജിനിടയിലാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കിയുടെ തലയ്ക്ക് പരിക്കേറ്റിരിക്കുന്നത്. അദ്ദേഹത്തെ അല്പസമയത്തിനകം ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റും. പോലീസ് ആംബുലൻസ് ഇവിടേക്ക് എത്തിച്ച് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനുള്ള നീക്കം നടത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും പ്രകോപനം അങ്ങനെ തന്നെ തുടരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളും പോലീസും തമ്മിൽ ഏറെ നേരം വാക്കുതർക്കമുണ്ടായി. അതിനുശേഷമാണ് പോലീസ് നടപടികളിലേക്ക് കടന്നത്. 1 മണിക്കൂറോളം പോലീസും പ്രവർത്തകരും തമ്മിൽ നാഗർകോടിൽ വാക്കുതർക്കമുണ്ടായി. അപ്പോഴും സംയമനം എടുത്തിട്ടില്ലായിരുന്നു ഉദ്യോഗസ്ഥർ. പക്ഷേ അതിനപ്പുറത്തേക്ക് പ്രതിഷേധം തുടർച്ചയായി പ്രകോപനപരമായ സാഹചര്യത്തിലേക്ക് നീങ്ങിയതിന് പിന്നാലെയാണ് പ്രതിഷേധക്കാർക്ക് നേരെ കടുത്ത നടപടികളിലേക്ക് കടക്കാൻ പോലീസ് നിർബന്ധിതരായത്. അതിനിടയിലാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കിക്ക് നേരെ പോലീസിന്റെ നടപടി ഉണ്ടായത്. അബിൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്.